ചെയ്യുന്നത് പോലെ ലർബ് എന്നതും അമൽ ചെയ്യും. ലറബ എന്നുള്ളത് മുത്തഅദ്ദിയായ ഫീലായതുകൊണ്ട് ഫായിലിന് റഫഉം മഫൂലിന് നസ്ബും ചെയ്യും. ഖാമ ലാസിമായ ഫീലായതുകൊണ്ട് ഫായിലിന് റഫഉ ഉണ്ടാവും, മഫ്ഊൽ ഉണ്ടാവുകയും ഇല്ല. ഖിയാം എന്ന മസ്ദറിന് ഒരു ഫായിൽ വേണമെങ്കിൽ കൊണ്ടുവരാം, ഒരു കർത്താവിനെ കൊണ്ടുവരാം. മനസ്സിലായില്ല? സാധാരണ പറയുന്നത് ഇത് മഫൂൽ മുത്തലക്കായി വരുന്നു, അല്ല മഫൂൽ ബിഹിയോ മഫൂൽ ലഹുവോ മഫൂൽ മഅഹു ഒന്നും എന്താത്തില്ല, ഒരു ആമിലായി വരികയില്ല. ഇതൊരു ആമിലായി കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് ഇനി പറയാൻ പോകുന്നത്. മനസ്സിലായില്ല? വമുത്തുലഖൻ നിരുപാധികമായ ഹാലിൽ തുഅ്മിലു നീ അമൽ ചെയ്യിപ്പിക്കും ഹു ആ മസ്ദറിനെ. അപ്പൊ ഇസ്മു ഫായില് അമൽ ചെയ്യാൻ, ഇസ്മു മഫൂൽ അമൽ ചെയ്യാൻ നിരുപാധികം ചെയ്യില്ല. അതിന് ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട്. ഇസ്മു ഫായിൽ അമൽ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്തിഫാമിന്റെ മേൽ ചാരി വരണം, അല്ലെങ്കിൽ മുബത്തദയുടെ മേൽ ചാരി വരണം, ഒരു ഖബറായി കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെയല്ല ഇത്. പോണ്ട പോയിട്ട് ഉണ്ട് ഉച്ചക്ക് എവിടുന്ന് അല്ല മരിച്ചേ ഉച്ചക്ക് ജനം കൊടുക്കല എല്ലാവരും ഇവിടെ കൊണ്ടുവരുമോ? അത് അങ്ങോട്ട് വേണം. ഇവിടെ അടുത്തത് വണ്ടിയൊന്നും വേണ്ട. അപ്പം മുത്തുലക്കൻ അവർ രാത്രി ചെലവേണ്ട. മുത്തുലക്കൻ നിരുപാധികമായ ഹാലിൽ തുഅ്മിലു നീ അമൽ ചെയ്യിപ്പിക്കും ഹു മസ്തറിനെ. അപ്പൊ ആ മസ്തർ തന്നെ മുത്തലഖൻ. ഹു എന്ന മഫൂലിൽ നിന്നും ഹാല് തഖദ്ദുമാണ്. ഏത്? മുത്തലഖൻ എന്നുള്ളത്. നിരുപാധികമായ ഹാലിൽ എന്തു ചെയ്യുന്നതാണ്. അല്ലാതെ ഇന്ന അവിടെ കുറെ ഇല്ലേ? മുത്തലഖൻ തുഅ്മിലുഹു മത്തിനുണ്ട്. നീ വേറെ നേരത്തെ ബൈത്തില്ലായിരുന്നു കുറച്ച്. അല്ല വേറെ ഷെറ് വായിക്കാനില്ലേ? ഉണ്ട്. മുത്തുലഖൻ തുഅ്മിലുഹു മുക്കബ്ബറൻ ആ മസ്ദർ തന്നെ തസ്ഗീറാക്കപ്പെടാത്തതായ നിലയിൽ. ഒരു നിബന്ധന, അതാ ഒരു നിബന്ധന. മസ്ദറിന്റെ ലർബം തന്നെ പറയണം, ലുറൈബ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് മുക്കബ്ബറിന്റെ അർത്ഥം തസ്ഗീറാക്കപ്പെടാത്തതായ നിലയിൽ. പിന്നെയോ മുഖദ്ദമൻ മുന്തിക്കപ്പെട്ടതായിട്ട്. അതാദ്യം എന്ത് വരണം? ആമില് വരണം, പിന്നെ മഅമൂല് വരാവും. അതിന്റെ ലറബയിലെ നിബന്ധന ഇല്ല. ലറബ്തു സെയ്ദനെന്ന് പറയാൻ, സെയ്ദൻ ലറബ്തു എന്ന് പറയാം. ഇവിടെ അത് പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം? മഅമൂല് പിന്തി വരണം. മനസ്സിലായില്ല? മുന്തിക്കപ്പെട്ടതായ നിലയിൽ നീ അമൽ ചെയ്യിപ്പിക്കണം. കഫിലിഹി ആ മസ്തറിന്റെ ഫെയില് പോലെ അമൽ ചെയ്യിപ്പിക്കണം. മസ്തറിന്റെ ഫെയില് ലാസിമാണെങ്കിൽ ഫായിലിന് റഫ ഉണ്ടാകും. മസ്തറിന്റെ ഫെയില് മജ്ഹൂലാണെങ്കിൽ, മുത്തഅദ്ദി ആണെങ്കിൽ ഫായിലിന് റഫയിന് പുറമെ മഫൂലിന് നസ്ബ് ഉണ്ടാവും. തിരിഞ്ഞ ലാ മുദ്മറൻ ലമീറാക്കപ്പെട്ടതായ നിലയിൽ അമൽ ചെയ്യിപ്പിക്കരുത്. അതൊക്കെ ഷാരി തന്നെ പറഞ്ഞുതരും എങ്ങനെയാണെന്ന്. ലമീറായിട്ട് എങ്ങനെ അമൽ ചെയ്യിപ്പിക്കുന്നത് പറഞ്ഞുതരും. ഇനി അവിടെ എന്താ ഉള്ളത്? വഖദിയനൂബു അല്ലയോ?
വഖദ് യനൂബു അനിൽ മസ്ദരി. ഇപ്പൊ നമ്മൾ മസ്ദറിനെ മഫൂൽ മുത്തലഖായിട്ട് തർക്കി പറഞ്ഞു. ലറബ്തു ലർബൻ ഇല്ലേ? അല്ലെങ്കിൽ ലർബുക്ക അല്ലേ? ലർബുക്ക നിന്റെ അടിക്കൽ. മുത്ഇബുൻ ലർബുക്ക സൈറുക്ക അല്ലേ? സൈറുക്ക സൈറ അൽ ഖബീസ അൽ ഹസീസ, വേഗത്തിലുള്ള. അപ്പൊ സൈർ മസ്ദർ അത് അമൽ ചെയ്തു. കാ എന്ന ഫായിലുള്ള ഇദാഫത്താക്കി അസ്സൈറായതല്ല മഫൂലിന് നസ്ബ് ചെയ്തു. ഇനി മഫൂലിന്റെ സ്ഥാനത്ത് ചില സാധനങ്ങൾ പകരമായി വരും. ഫഖദ് യനൂബു അനിൽ മസ്ദരി, മസ്ദറിനെ തൊട്ട് പകരം വരും. വൈറുഹു മസ്ദർ അല്ലാത്തത്. കലറബ്തുഹു സൗത്തൻ, അവനെ ഞാൻ അടിച്ചു. സൗത്തൻ ചാട്ടവാറടിക്കൽ അടിച്ചു. സൗത്തൻ മഫൂൽ മുത്തലഖാണ്. സൗത്തൻ മഫൂൽ മുത്തലഖിന് അമൽ ചെയ്യണമെങ്കിൽ ബി മിസ്ലിഹി ആകണം. ഇല്ലേ? പറഞ്ഞില്ലേ? ബി ഫീലാകണം. ഫീലാണ് ദറബ്തു. മനസ്സിലായില്ല? സൗത്തൻ എന്നുള്ളത് അതെന്താണ്? മസ്ദറല്ല. മസ്ദറാണോ? ഒരു ഉപകരണത്തിന്റെ പേരാ, അടിക്കുന്ന ഉപകരണത്തിന്റെ പേരാ. ചാട്ടവാറടിക്കൽ അടിച്ചു. അപ്പൊ ലറബ്തുഹു ലർബൻ സൗത്തൻ. ലർബൻ, ആ ലർബൻ എന്നതിന് പകരം വന്നതാണ് സൗത്തൻ എന്ന ആലത്തിന്റെ ഇസ്മ. മനസ്സിലായില്ല? ഇനി ഫജ്ലിദൂഹും, നിങ്ങൾ അടിക്കണം. സമാനീന ജിൽദത്തൻ, 80 അടിക്കൽ അടിക്കണം. ഫളിബൂഹും ലർബൻ സമാനീന എന്ന ഫുലുത്തലൊക്കെയുണ്ട്. ഫളിബൂഹും ലർബൻ, അടിക്കൽ അടിക്കണം. സമാനീന. അപ്പൊ ഈ സമാനീന എന്ന അദദിന്റെ ഇസ്മ് മസ്ദറിന് പകരം വന്നതാണ്. നേരത്തെ ആലത്തിന്റെ ഇസ്മു പകരം വന്നതുപോലെ അദദിന്റെ ഇസ്മും മസ്ദറിന് തൊട്ട് പകരം വന്നതാണ്. തിരിഞ്ഞോ? വനഹു ഫലാ തമീലു കുല്ലൽ മൈലി. എന്താ? ഫലാ തമീലു മൈലൻ കുല്ലൽ മൈലി. കുല്ല് പകരം വന്നതാണ്. മസ്ദറിന് തൊട്ട് പകരം വന്നതാണ് കുല്ല്. ഫലാ തമീലു മൈലൻ കുല്ലൽ മൈലി എന്ന്. തിരിഞ്ഞോ? പിന്നെ വനഹു വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ഖൗലൻ ബഅദൽ അഖാബീൽ. ബഅദ് പകരം വന്നതാണ്. വലൗ തഖവ്വല അലൈനാ തഖവ്വുലൻ ബഅദ്. തഖവ്വുലൻ ബഅദ്, ബഅദായ ചെറിയതായ കറ്റകെട്ടി പറയൽ പറഞ്ഞാൽ എന്നാണ്. ബഅദൻ എന്നുള്ളത് തഖവ്വുലൻ എന്ന മസ്ദറിന് തൊട്ട് പകരം വന്നതാണ്. കുല്ല് പകരം വരും, ബഅദ് പകരം വരും, ആലത്തിന്റെ ഇസ്മു പകരം വരും, എണ്ണം പകരം. ഞായറാഴ്ചയായിട്ടും പോണം. കല്യാണം വല്ലതും ഉണ്ട്? ഞായറാഴ്ചയൊക്കെ കൂടെ നിൽക്കുക. ഇനിയിപ്പോ ഇന്നത്തേക്ക് പോയിക്കോ. ഇവിടെ എന്നാ ഉച്ചയ്ക്ക് ചോറൊക്കെ തരാം, ഉച്ചയ്ക്ക് രാത്രിയൊക്കെ. വലോ തക്കവല പിള്ളേരായ ഇച്ചിരി സ്ട്രോങ് വേണ്ടേ, അതേ രസമുള്ളൂ. അപ്പൊ കുല്ലൽ മൈൽ, അപ്പൊ കുല്ല് പകരം വന്നു. ഫലൗ തഖവ്വല അലൈന ബഅദൽ അഖാബീൽ തഖവ്വുലൻ ബഅദൽ അഖാബീൽ. അപ്പൊ തഖവ്വുലിന്റെ മസ്ദർ തൊട്ട് ബഅദ് വരെ വന്നു. വഖാല ഫിൽ മിൽഹ, കിതാബിന്റെ പേരായിരിക്കും. പറയാട പിള്ളേരെ
മിൻഹാന്ന് മിൽഹാന്ന് അങ്ങനെ എന്റെ കിതാബ് എടുത്തോളൂ. ആലാത്തു മുഖാമഹു വൽ അദദുൽ ഇസ്ബാത്തു നഹ്വു ലറബ്തുൽ അബ്ദ സൗതൻ ഫഹറബ് വദ്രിബ് അശദ്ദൽ അർബി മൻ യഗ്ശർ റൈബ് വജ്ലിദുഹു ഫിൽ ഖംരി 40 ജിൽദ. പിന്നെന്താ? വഹബ്സു മിസ്ല ഹബ്സി മൗലൻ അബ്ദാ അല്ലേ അബ്ദഹു. വഖദു ഖീമ നിർത്തപ്പെടും അൽ വസുഫു വിശേഷണത്തിന് നിർത്തപ്പെടും വൽ ആലാത്തു ആലാത്തുകളും നിർത്തപ്പെടും മുഖാമഹു നിർത്തൽ അനുയോജ്യമല്ലാത്ത മുഖാം പറയണം. അനുയോജ്യമായ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ മക്കാം എന്ന് പറയും. 3 അയക്കുന്ന എപ്പോഴാ? അനുയോജ്യമാകാത്ത സ്ഥലത്ത് ഒരു സാധനത്തിനെ കൊണ്ട് നിർത്തുമ്പോൾ ഈ സാധനത്തിനോട് യോജിച്ചതല്ല, ഇവിടെ നിർത്തേണ്ടത് വേറെയാ. അപ്പൊ അവിടെ 3 അയക്കും. അല്ല ഉക്കീമ വന്നുകൊണ്ട് 3 അയക്കണം അങ്ങനെ നിർത്തുന്നത് ശരിയല്ല. ശരിയല്ല. കാമ വരുമ്പം മക്കാമ വായിക്കണം, അക്കാമ വരുമ്പം 3 വായിക്കണം, കാമ വരുമ്പം 4 വായിക്കണം. കാമത്ത് മക്കാമ ഇല്ലത്തിൽ അങ്ങനെ നിയമല്ല. മനസ്സിലായില്ല. മുക്കാമ വായിക്കുന്നത് അനർഹമായതിനെ അർഹതയില്ലാത്തതിനെ എടുത്ത് നിർത്തുമ്പോൾ 3 വായിക്കും. ഇവിടെ അർഹതയില്ലാതെ ഒന്നിരിക്കുക. മനസ്സിലായില്ല? മനസ്സിലായില്ല. ഉഖീമ സയ്യിദുൻ മക്കാമ അംരിൻ. അവന് അർഹത ഉണ്ടോ അവിടെ നിൽക്കാൻ. സയ്യിദും അമ്രും തമ്മിൽ കൂട്ടുകാരന്മാരാ, ശരീക്കന്മാരാ, 2 ഒരാഴ്ചനിമാരാ. ഒരാഴ്ചനെ പിടിച്ചവിടെ നിർത്താം. മനസ്സിലായില്ല? ഒരാഴ്ചന് നല്ല കിതാബ് തിരിയുന്ന ഒരാഴ്ചനിയുടെ സ്ഥാനത്ത് വേറെ സക്കാഫ് ഒരു കിതാബ് തിരിയാത്ത ആഴ്ചനി വന്നാലും മുക്കാം പറയും, മക്കാം പറയും. ആഴ്ചനി എന്നോട് കിതാബ് തിരിയണ്ടേ? മനസ്സിലായില്ല? ആഴ്ചനെ തന്നെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും സക്കാമിമാരോട് വിരോധം കൊണ്ടോ അങ്ങനെ പറയണ്ട. നിങ്ങൾ കിതാബ് തിരിയാത്ത ആഴ്ചനിമാരുണ്ടാവുമെന്ന് ചോദിക്കും. അത് എല്ലാവർക്കും നല്ലോണം കിതാബ് വേണമെന്നില്ലല്ലോ. തിരിഞ്ഞില്ല. അപ്പൊ പരിശീലനമില്ലാത്ത ഒരാളെ പിടിച്ച് പരിശീലനമുള്ള ഒരു സ്ഥലത്ത് നിൽത്താൽ ഒരു പരിശീലനം ഇല്ലാത്ത ഒരാളെ പിടിച്ച് നിർത്തിയാൽ എന്ത് പറയും? 3 പറയും. നല്ല പരിശീലനമുള്ള ഒരാളെ പിടിച്ച് ആ സ്ഥാനത്ത് നിർത്തിയാൽ മാന്നും പറയും. എന്ന് തൽക്കാലം ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. ഇനി ശരത്തായി ബാക്കി പറഞ്ഞുതരും. അപ്പൊ ഉഖീമ നിർത്തപ്പെടും അൽ വസുഫു വൽ ആലാത്തു. ആ വസുഫാണ് ആദ്യം പറഞ്ഞത്. ലറബ്തുഹു സൗത്തൻ അൽ ആലാത്ത് എന്താ? പിന്നെ മുഖാമഹു വൽ അദദു എണ്ണവും നിർത്തപ്പെടും. എങ്ങനത്തെ എണ്ണം? അൽ ഇസ്ബാത്തു. ഇസ്ബാത്തിന് മജൂഹുന്റെ മാന കൊടുക്കണം. മുസുബത്തായ എണ്ണം. അപ്പൊ നഫിയായ എണ്ണം നിർത്തത്തില്ലെന്ന് തന്നെ. മനസ്സിലായില്ല? വല്ലാത്തതു അൽ ഇസ്ബാത്തിന്റെ അർത്ഥതാ മുസുബത്തിന്റെ മാനയ്ക്ക്. മുസുബത്തായ എണ്ണങ്ങളും നിർത്തപ്പെടും. എണ്ണങ്ങളിൽ മുസുബത്തായ എണ്ണമാണ് പരിഗണിച്ചത്. അപ്പം മറ്റേത് മാ ലറബ്തുഹു അവനെ ഞാൻ അടിച്ചില്ല ലർബൻ സമാനീന എന്ന് പറയില്ല എന്നപ്പോ വാക്കിന്ന് കിട്ടിയത്. ലറബ്തുഹു ലർബൻ സമാനീന, ലറബ്തുഹു സമാനീന ജിൽദത്ത്. ലറബ്തു എന്താണ്? മുസുബത്താഫിയിലാണ്. മനസ്സിലായില്ല? ലറബ്തു എന്ന് പറഞ്ഞത് സമാനീന ജിൽദ 80 അടി ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ 80 അടി ഞാൻ അടിച്ചില്ല എന്ന് പറഞ്ഞ വാക്ക് നിർത്താൻ പറ്റില്ല എന്നാണ് വാക്കിന്ന് കിട്ടിയത്. മനസ്സിലായില്ല? മാ ലറബ്തു സമാനീന ജൽദത്തൻ 80 അടി ഞാൻ അടിച്ചില്ല എന്നത് ഇവിടെ നിർത്താൻ പറ്റില്ലെന്നപ്പോ പറഞ്ഞതിന്റെ വാക്ക്. സാധാരണ 80 അടി അടിച്ചില്ല. അപ്പൊ എത്ര അടിച്ചെന്ന് നോക്കും. 80 അടി അടിച്ചില്ല, എത്ര അടിച്ച്? 90 അടിച്ചു. അല്ലെങ്കിലോ 69 അടിച്ചു. അപ്പൊ എന്തായി? അടിച്ചു എന്നായി. അപ്പൊ എന്തായി? നഫി പറഞ്ഞാലും മുതുബത്തിന്റെ സ്ഥാനത്ത്. അപ്പൊ അതുകൊണ്ടാണ് മുതുബത്തിനെ പരിഗണിച്ചത് എന്നാണ് അവിടെ തഹഖീഖുള്ളത്. മംഫിയെ എടുത്തു കളഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. മംഫി പറഞ്ഞാലും അതിന്റെ ഫലം എവിടത്തേക്ക് എത്തും? മുതുബത്തിലേക്ക് എത്തും.
ഇപ്പൊ ലറബ്തുഹു സമാനീന ജൽദത്തൻ, അവിടെ മാ ലറബ്തുഹു സമാനീന ജൽദത്തൻ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് വാക്കിന്റെ ലാഹിർ. വാക്കിന്റെ കാരണം എന്താ? മുസ്ബത്തായ അതത് എന്താവുള്ളൂ, പകരം വരികയുള്ളൂ. മൻഫിയായ അതത് പകരം വരില്ല എന്നാണ് വാക്കിന്റെ ലാഹിർ. മൻഫിയായ അതതും പകരം വരും, വന്നാലും അത് മുസ്ബത്തിന്റെ മഖാമിലായിരിക്കും. കാരണം 80 അടി അടിച്ചില്ല, അവൻ എത്ര അടിച്ചു? 79 അല്ലെങ്കിൽ 85. അപ്പൊ എന്തായി? അടിച്ചു എന്നായില്ലേ? ഈ അടിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഇത് ഇസ്ബാത്ത്. മനസ്സിലായില്ല? തിരിഞ്ഞോ? അവിടെ തിരുവരങ്ങാടി സ്ഥാനം വേറെ എന്തോ ഒരു തഹക്കീഖുണ്ട്. ആ തഹക്കീഖ് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, എവിടെയോ കുറിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ബാപ്പു ഉസ്താദിനൊരു തഹക്കീഖ് അവിടെ ഉണ്ട്. ഏടാ ബാപ്പു ഉസ്താദിനെ ഒരു തഹക്കീഖ് ഉണ്ട് അവിടെ. എന്താണ് ഞാൻ എവിടെ കുറിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരുന്നില്ല. കേട്ടെ. ഒരു ദാന, ഞാൻ അടിച്ചു അബിദിനെ സൗത്തൻ, ചാട്ടവാറടിക്കലടിച്ചു. കണ്ടോ? ഫഹറബ, അവൻ ഓടി. വൈത്തം കൊണ്ടാക്കി പറയുന്നേ ഉള്ളൂ. അടിച്ചു, അവൻ കയറി ഓടി. നമ്മളിപ്പോ എന്താണ്? വളരെ നീ അടിച്ചോ, അശദ്ദർബി, അത് സിഫത്ത് വരുമെന്നാണ്. ലർബൻ അശദ്ദർബി, കഠിനമായ അടിക്കലടിച്ചോ. ആരെ? മൻ, ഒരുവനെ. എങ്ങനത്തെ ഒരുവനാണ്? യുഗ്ഷി അല്ലെങ്കിൽ യഗ്ഷ, അവനെ പൊതിഞ്ഞു. അർറൈബു, യഗ്ഷ റൈബു ഫീഹി, അത് വിസാലാക്കണം. യഗ്ഷ റൈബു, അയാളിൽ സംശയം പൊതിഞ്ഞിരിക്കുന്നു, അവനെ അടി കൊടുക്കണം. വജിലിദുഹു, ഇനി അവനെ നീ അടിച്ചോ. ആരെന്ന് വെച്ചാൽ കള്ളു കുടിക്കുന്നവനെന്ന് ബാക്കി കിട്ടും. പിന്നെ ഫിൽ ഖംരി, കള്ളു കുടിച്ച കാര്യത്തിൽ. ഫി ശുർബിൽ ഖംരി 40 ജിൽദത്തൻ, ലർബൻ 40 ജിൽദത്തൻ, അത് എണ്ണം പകരം വന്നതാണ്. അതെന്താണ്? മുസൂത്താണ്. മനസ്സിലായില്ല? വഹബിസുഹു, അവനെ നീ ഹബ്സ് ചെയ്തോ, ജയിലിലിട്ടോ. മിഥില ഹബ്സി, മിഥില ഹബ്സിൻ, ജയിലിലിടുന്നത് പോലെ. ആര് ജയിലിലിടുന്നു? മൗലൻ, മൗല എന്നാണ്. ലാമിന് ശേഷം അലിഫ് കിടക്കുന്നില്ല, അതാ യാവോ? യാ മൗല, അത് ഫായിലാണ്. അത് ഫായിലാണ്. ആഖിർ അലിഫാന്റെ ഫായിലിന് ഇറാബ് ഒഴിവാകത്തില്ല. ഹബ്സിൻ എന്ന മസ്തറിന്റെ ഫായിലാണ് ആര്? മൗല എന്നുള്ളത്. ഉടമ ജയിലിലിടുന്നത് പോലെ. അബ്ദഹു, അവന്റെ അടിമയെ. പറഞ്ഞ ഭാരത്ത് മുത്തലഖൻ അല്ലേ?